എല്ലാവർക്കും നമസ്കാരം. സാഫുർജാൻ EXന്റെ സോഹോ ബുക്സിൻ്റെ അടിസ്ഥാനമാക്കിയുള്ള പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ സോഹോ ബുക്സിലെ പർച്ചേസ് റിട്ടേൺ ഇൻവോയ്സിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. പർച്ചേസ് റിട്ടേൺ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരുവിധ ആളുകൾക്കും അറിയുന്നുണ്ടാവും. അതായത് പർച്ചേസ് ചെയ്ത ഒരു ട്രാൻസാക്ഷൻ, അതായത് ഒരു പാർട്ടിയുമായിട്ട് നമ്മൾ പർച്ചേസ് റിട്ടേൺ നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ ചില ഐറ്റംസുകൾ നമുക്ക് റിജക്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, വാങ്ങിയ പാർട്ടിയിലോട്ട് അങ്ങോട്ട് തന്നെ നമ്മൾ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, സ്റ്റോക്ക് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ പർച്ചേസ് റിട്ടേൺ അല്ലെങ്കിൽ റിട്ടേൺ ഔട്ട്വേർഡ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ ട്രാൻസാക്ഷൻ നമ്മൾ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. പല സോഫ്റ്റ്വെയറുകളിലും നമ്മൾ റിട്ടേൺ ട്രാൻസാക്ഷൻ ചെയ്തിട്ടുണ്ടാവും. ടാലി, പീച്ച് ട്രീ, ക്യുക്ക് ബുക്ക്, മയോബ്, ഇങ്ങനെയുള്ള പല സോഫ്റ്റ്വെയറുകളും ചെയ്തിട്ടുണ്ടാവും. പക്ഷേ സോഹോ ബുക്സിൽ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഒരു ഓൺലൈൻ സോഫ്റ്റ്വെയറിൽ ചെയ്യുമ്പോൾ പല വ്യത്യാസങ്ങളുണ്ടാവും. അതുപോലെ തന്നെ ഒരു വ്യത്യാസം പർച്ചേസ് റിട്ടേൺ ട്രാൻസാക്ഷൻ ചെയ്യുന്നതിൽ നമുക്ക് സോഹോ ബുക്സിലുണ്ട്. എന്താണ് ആ വ്യത്യാസം എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. പർച്ചേസ് റിട്ടേൺ ഇൻവോയ്സ് സോഹോ ബുക്സിൽ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് പർച്ചേസ് റിട്ടേൺ ട്രാൻസാക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ പർച്ചേസ് റിട്ടേൺ നടക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരിക്കണം അല്ലേ. അപ്പോൾ പർച്ചേസ് ഞാനിതിൽ മുമ്പ് 2-3 ബില്ലുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ താൽക്കാലികമായിട്ട് ഞാൻ എന്ത് ചെയ്യണേ, ഒരു പുതിയൊരു പർച്ചേസ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു പർച്ചേസ് ചെയ്ത പാർട്ടിയിൽ നിന്ന് റിട്ടേൺ സംഭവിക്കുന്നതായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ആദ്യം പർച്ചേസ് ചെയ്യാൻ പോവാണ്. പർച്ചേസ് എടുത്തു, അതിൽ ബിൽസ് സെലക്ട് ചെയ്തു അല്ലേ. ബിൽസ് സെലക്ട് ചെയ്ത ശേഷം ന്യൂ പ്രസ് ചെയ്യുന്നു. ന്യൂ എന്ന ബട്ടൺ നമ്മൾ പ്രസ് ചെയ്തിട്ട് വെണ്ടർ നെയിം നമ്മൾ ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ തൽക്കാലം ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്. ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് പാർട്ടിൻ്റെ പേര് ക്രിയേറ്റ് ചെയ്യാണ്. വെണ്ടർ നെയിം എന്നുള്ളിടത്ത് കമ്പനീൻ്റെ പേര്, കമ്പനി നെയിം എന്നുള്ളിടത്ത് ABC കമ്പനി എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ ABC കമ്പനി ഞാൻ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ വെണ്ടർ ക്രിയേറ്റ് ചെയ്യൽ അറിയാത്തവർ തീർച്ചയായിട്ടും ഇതിന് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള വെണ്ടർ ക്രിയേഷൻ്റെ ഒക്കെ വീഡിയോസ് കാണാം. പിന്നെ GST ട്രീറ്റ്മെൻറ്റ് എന്ന കോളത്തിൽ നമ്മൾ തീർച്ചയായിട്ടും കൊടുക്കേണ്ടത് രജിസ്റ്റേർഡ് ആണെങ്കിൽ രജിസ്റ്റേർഡ് ബിസിനസ് റെഗുലർ എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്തായാലും GST നമ്പർ കൊടുക്കേണ്ടി വരും. ആ വെണ്ടറിൻ്റെ GST നമ്പർ ഞാൻ താൽക്കാലികമായിട്ടൊരു ഡെമോ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഒറിജിനൽ നമ്പർ അല്ല, ഇത് താൽക്കാലികമായിട്ട് നമ്മൾ എന്ത് ചെയ്യണേ, ഒരു GST നമ്പറിനെ പോലത്തെ ഒരു നമ്പർ 15 ഡിജിറ്റിൽ നമ്മൾ എന്ത് ചെയ്യുക, ചെയ്ത് കൊടുക്കുക. ഓക്കെ, 15 ക്യാരക്ടർ വേണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഏതാണ് ഫസ്റ്റ് 32 എന്നുള്ളതൊക്കെ നോക്കിയിട്ട് ചെയ്യുക. കേരള ആണെങ്കിൽ 32, മറ്റുള്ള സംസ്ഥാനങ്ങളുടെ GST നമ്പർ നോക്കിയിട്ട് അതിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യുക. പിന്നെ സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത ശേഷം ഇപ്പോൾ പാർട്ടിനെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബില്ല് മസ്റ്റായിട്ട് കൊടുക്കണം, കാരണം അവിടെ പ്രത്യേകം കാണിക്കേണ്ട റിക്വയർഡ് ആണ് എന്നുള്ളത് അല്ലേ. പിന്നെ നമുക്ക് ആവശ്യം പിന്നെ ഡേറ്റ് ആണ്. ബിൽ ഡേറ്റ് നമ്മൾ ഇന്നത്തെ ഡേറ്റ് കൊടുത്തു. പിന്നെ നമ്മൾ എന്ത് കൊടുക്കുകയാണ്, ഇവിടെ സ്റ്റോക്കിൻ്റെ ഐറ്റം കൊടുക്കുക. സ്റ്റോക്ക് ഐറ്റം സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് അവിടെ ക്വാണ്ടിറ്റി നമ്മൾ എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കുക. ഓക്കെ, പർച്ചേസിൻ്റെ ക്വാണ്ടിറ്റി, റേറ്റും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വരും, കാരണം നമ്മൾ സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്തപ്പോഴേ ആ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്വാണ്ടിറ്റി രണ്ടാമത്തെ സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് രണ്ടാമത്തെ ക്വാണ്ടിറ്റി കൊടുക്കുക. അതിനുശേഷം സേവ് ചെയ്യാണ് വേണ്ടത്. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ നേരെ സേവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സേവ് ചെയ്യാം. ഇനി കണ്ടോ, ഇവിടെ സേവിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സേവ് ചെയ്ത ശേഷം ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, ഇതിൽ നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് നേരെ റെക്കോർഡ് പേയ്മെൻറ്റോ കാര്യങ്ങളൊന്നും കൊടുക്കാതെ അതിൻ്റെ റിട്ടേൺ ട്രാൻസാക്ഷൻ നമ്മൾ എവിടെയാണെന്ന് വെച്ചാൽ നോക്കി ചെയ്യണം. അപ്പോൾ അതിങ്ങനെ നമുക്ക് മനസ്സിലാക്കുക, നമ്മൾ ഈ പർച്ചേസ് അതിൻ്റെ ഓപ്ഷൻ നമ്മൾ കൊടുത്തല്ലോ അല്ലേ. ഈ പർച്ചേസ് ഓപ്ഷൻ കൊടുത്ത അതേ ഭാഗത്ത് തന്നെ നമുക്ക് താഴെയായിട്ട് തന്നെ ഉണ്ടാവും
നമുക്ക് ഡെബിറ്റ് നോട്ട് അല്ലെങ്കിൽ നമ്മുടെ പർച്ചേസ് റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷൻ. അതെങ്ങനെ നമ്മൾ കണ്ടെത്തുക? പർച്ചേസിൻ്റെ ഏകദേശം താഴെയായിട്ടുണ്ടാവും വെൻഡർ ക്രെഡിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ. അപ്പോൾ ഈ വെൻഡർ ക്രെഡിറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പർച്ചേസ് റിട്ടേൺ ചെയ്തതായിട്ട് നമ്മൾ കാണിക്കേണ്ടത്. അപ്പോൾ അതിൽ ന്യൂ അല്ലേ, ന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ എടുക്കുക അല്ലെ. വെൻഡർ ക്രെഡിറ്റ് എന്നുള്ളിടത്ത് ന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തിട്ട് അതിൽ വെൻഡർ നെയിം നമ്മൾ കൊടുക്കുക. എന്താ ആ വെൻഡറിൻ്റെ നെയിം എന്തായിരുന്നു? ABC കമ്പനി. അത് കൊടുത്തു. പിന്നെ ക്രെഡിറ്റ് സപ്ലൈ, നമ്മുടെ പിന്നെ സോഴ്സ് ഓഫ് സപ്ലൈ, അവിടെ നമ്മൾ എന്ത് ചെയ്യുക? കേരള അല്ലേ, നമ്മുടെ പ്ലേസ് ഓഫ് സപ്ലൈ ഒക്കെ നമ്മൾ കൊടുക്കുക. പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് ക്രെഡിറ്റ് നോട്ട്, അവിടെ എന്തായാലും നമ്പർ കൊടുക്കുക നമ്മൾ. അതായത് ഡെബിറ്റ് നോട്ടിൻ്റെ നമ്പർ എത്രയാണെന്ന് വെച്ചാൽ, അതായത് പർച്ചേസ് റിട്ടേൺ ചെയ്യുന്നതിൻ്റെ നമ്പറാണ് നമ്മൾ കൊടുക്കേണ്ടത്. പിന്നെ പാർട്ടി സെലക്ട് ചെയ്തൊക്കെ കഴിഞ്ഞല്ലോ നമ്മളല്ലേ. പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് സ്റ്റോക്ക് ഐറ്റം ആണ്. സ്റ്റോക്ക് ഐറ്റം കൊടുത്തിട്ട് എത്ര എണ്ണം റിട്ടേൺ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് കൊടുക്കുക. അതൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ബാക്കിയൊക്കെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, അതെല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ സേവ് ആസ് ഓപ്പൺ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. ഓക്കെ, സേവ് ആസ്. നമ്മൾ ഇതിൽ വേറെ കാര്യമുണ്ട്, ടാക്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും കേട്ടോ. കാരണം GST എന്തായാലും നമ്മൾ പർച്ചേസ് ഇൻവോയ്സിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിട്ടേൺഡ് ഇൻവോയ്സ് ചെയ്യുമ്പോഴും നമ്മൾ തീർച്ചയായിട്ടും എന്ത് കൊടുക്കണം? അതിൻ്റെ നമ്പർ കൊടുത്തിരിക്കണം. നമ്പറല്ല, GST നമ്മൾ സെലക്ട് ചെയ്തിരിക്കണം. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? GST അവിടെ ഓൾറെഡി സെലക്ട് ആയി വന്നിട്ടുണ്ട്. നമുക്ക് GSTൻ്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. ഇനി നേരെ സേവ് ചെയ്യുക, സേവ് ആസ് ഓപ്പൺ. അപ്പോൾ ഇതിലെന്തോ ഒരു എറർ കാണിക്കുന്നുണ്ട്. എറർ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. സെലക്ട് ദി അസോസിയേഷൻ, അതായത് ഇതിൽ നമ്മൾ റെഗുലർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ടില്ല. പിന്നെ ബിൽ ടൈപ്പ് കണ്ടോ, രജിസ്റ്റേർഡ് എന്നുള്ള ആ റെഗുലർ ടൈപ്പ് നമ്മൾ കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ്. അപ്പോൾ സേവ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പർച്ചേസ് റിട്ടേൺ നടന്നിട്ടുണ്ട്. ഇനി ഇതിലുള്ളൊരു പ്രോബ്ലം എന്താണെന്നറിയോ? ഈ പർച്ചേസ് റിട്ടേണും നമ്മൾ നേരത്തെ ചെയ്ത പർച്ചേസ് ഇൻവോയ്സും എന്തല്ല, കണക്റ്റ് അല്ല. നമ്മൾ കണക്റ്റ് ആക്കി കൊടുക്കണം. എങ്ങനെ കണക്റ്റ് ആക്കുക? അത് നമ്മൾ കണക്റ്റ് ആക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരെ നമ്മൾ പിന്നെ സാധാ പോലെ ഈ റിട്ടേൺ നേരത്തെ ചെയ്തല്ലോ അല്ലേ, റിട്ടേൺ നേരത്തെ ചെയ്ത് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ റിട്ടേൺ കഴിഞ്ഞ ആ ബില്ലിനെ നമ്മൾ പർച്ചേസ് ഇൻവോയ്സുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അത് മറക്കാതെ നമ്മൾ ചെയ്യണം. അതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ബില്ല് കണ്ട, ഇത് നമ്മൾ പർച്ചേസിൻ്റെ ബില്ലാണ് അല്ലേ. അവിടെ നമ്മൾ ബിൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ, അതായത് പർച്ചേസിൻ്റെ ബില്ല് നമ്മൾ എടുത്ത ശേഷം, അതായത് പർച്ചേസ് ഇൻവോയ്സ് എടുത്ത ശേഷം അതിൽ അപ്ലൈ ക്രെഡിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്ലൈ ക്രെഡിറ്റ് എന്നുള്ളിടത്ത് നമുക്ക് എന്ത് ചെയ്യുക? ക്രെഡിറ്റ് നോട്ട് ചെയ്ത്, അതായത് പർച്ചേസ് റിട്ടേൺ ചെയ്ത എമൗണ്ട് നമുക്കവിടെ കാണിച്ചു തരും എത്രയെന്നുള്ളത്. അപ്പോൾ ആ എമൗണ്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. ഇതിൽ കാണിക്കുന്ന എത്ര? 58,410 റിട്ടേണിൻ്റെ ബില്ലിൻ്റെ എമൗണ്ട്. അപ്പോൾ റിട്ടേണിൻ്റെ ബില്ലിൻ്റെ എമൗണ്ട് നമ്മൾ സെലക്ട് ചെയ്ത് സേവ് ചെയ്തിട്ട് കറക്റ്റായിട്ട് ആ എമൗണ്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് സേവ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക? റെക്കോർഡ് പേയ്മെൻ്റ് ഒക്കെ എടുത്തിട്ട് പേയ്മെൻറ്റ് ചെയ്യാണ്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ബാക്കി എമൗണ്ട് മാത്രം പേയ്മെൻറ്റ് ചെയ്താൽ മതി. അതായത് പർച്ചേസ് ചെയ്ത എമൗണ്ടിൽ നിന്ന് റിട്ടേൺഡ് ബില്ലിൻ്റെ എമൗണ്ട് മൈനസ് ആയി പോയിട്ടുണ്ടാവും. അങ്ങനെ മൈനസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ എന്ത് ചെയ്യുന്നത്? ഇത് ചെയ്ത് കൊടുത്തത്. നമ്മളവിടെ അപ്ലൈ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ, അത് ചെയ്ത് കൊടുത്തത്. അപ്പോൾ അപ്പോഴേ നമുക്ക് പർച്ചേസ് ഇൻവോയ്സും പർച്ചേസ് റിട്ടേണും തമ്മിൽ എന്താവുള്ളൂ? ലിങ്ക് ആവുള്ളൂ. അതായത് റിട്ടേൺ നടന്നതായിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുക? പർച്ചേസ് ചെയ്ത ക്വാണ്ടിറ്റിയും അല്ലെങ്കിൽ അതിൻ്റെ എമൗണ്ടൊക്കെ കറക്റ്റായിട്ടുണ്ടാവും. നമുക്ക് സാധാരണ പർച്ചേസ് റിട്ടേൺ നടന്ന മൈനസ് വരുന്നല്ലോ, അപ്പോൾ അതൊന്നും നമുക്ക് നടന്നിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പർച്ചേസ് റിട്ടേൺ ചെയ്യേണ്ടത്. അപ്പോൾ പർച്ചേസ് റിട്ടേൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ലാസ്റ്റ് പർച്ചേസ് റിട്ടേൺ ചെയ്തിട്ട് എന്ത് ചെയ്യണം? അതിനെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അത് മറക്കരുത്. അപ്ലൈ ചെയ്യാനും ഇതിലുണ്ടാവുക പർച്ചേസിൻ്റെ ബില്ലെടുത്ത ശേഷം അതിൽ ബില്ല് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമ്മൾ പർച്ചേസ് റിട്ടേൺ ചെയ്ത ബില്ലുണ്ടാവും. അത് സെലക്ട് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് പർച്ചേസ് റിട്ടേൺ ഇൻവോയ്സ് നമുക്ക് സോഹോ ബുക്സിൽ ചെയ്യുന്ന വിധം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിന് മുമ്പുള്ള വീഡിയോ എന്തായാലും കാണുക. അത് കണ്ട ശേഷം മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ കണ്ട ശേഷം ഓരോ ക്ലാസ്സുകളും കറക്റ്റായിട്ട് കാണാൻ തുടങ്ങുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായി, സോഹോ ബുക്സിൻ്റെ പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.